പണ്ട് നമ്മുടെ നാട്ടിൽ ആയുർവേദം ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഒരു സമയത്തിന് ശേഷം ആയുർവേദം ആർക്കും താല്പര്യമില്ലാതായി, ലൈക്ക് ആയുർവേദത്തിലൊരു വിശ്വാസമില്ലാതായി. എന്നാൽ ഇന്ന് വീണ്ടും ആയുർവേദത്തിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് മാം കാണുന്നത്? എന്തുകൊണ്ടായിരിക്കാം ആ തിരിച്ചു വരവ്? അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആയുർവേദ ചികിത്സകൾ മാത്രമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ മോഡേൺ മെഡിസിൻ ഒക്കെ വരുന്നതിന് മുമ്പ് ആയുർവേദം മാത്രമേ ഉള്ളൂ. നാട്ടുവൈദ്യം എന്നുള്ള രീതിയിലും ആയുർവേദം എന്നുള്ള രീതിയിലും രണ്ട് രീതിയിൽ നമുക്ക് ചികിത്സകൾ വരുന്നു. നാട്ടുവൈദ്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മരുന്ന്, എന്താ പറയുക, നമ്മൾ സ്പൈസസ് കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്സ്, സാധാരണ ഒറ്റ മരുന്നുകൾ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ്സ്, ഒറ്റമൂലി ചികിത്സ, അതൊക്കെ നാട്ടുവൈദ്യത്തിന്റെ സമ്പ്രദായത്തിൽ വന്നിരുന്നു. ആയുർവേദം എന്ന് പറയുമ്പോൾ കുറേയും കൂടി ക്ലാസിക്കലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ആശ്രയിച്ച് പഠിച്ച് വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് കോമ്പിനേഷൻ മെഡിസിൻസ് കിട്ടുന്ന രീതിയിൽ ആയുർവേദം ഉണ്ടായിരുന്നു. അതിനുശേഷം മോഡേൺ മെഡിസിൻ വന്നു. മോഡേൺ മെഡിസിൻ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫാസ്റ്റർ റിലീഫാണ്. ഇപ്പം നമുക്കൊരു പനി വന്നാൽ 3-4 ദിവസം കാത്തു നിൽക്കാതെ ഒരു മരുന്ന്, ഇപ്പോൾ പാരസെറ്റമോൾ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലേക്ക് പോയി. ആയുർവേദത്തിനൊരു ച്യുതി എന്ന് പറയാം, ഒരു ചെറിയൊരു താഴ്ച വന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തോളമായിട്ട് 15-20 കൊല്ലത്തോളമായിട്ട് ആൾക്കാർ റിയലൈസ് ചെയ്യണു ക്രോണിക് ഇൽനെസ്സസ്, അതായത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്ക് ആയുർവേദം കുറേം കൂടി ഫലപ്രദമാണ്, പൂർണ്ണമായിട്ട് മാറാൻ ഫലപ്രദമാണെന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ആയുർവേദം ആണ് പരിഹാരം നൽകുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആയുർവേദത്തിലേക്ക് പ്രായഭേദമന്യേ ആൾക്കാർ വരുന്നത്.